ശുദ്ധമായ ഖുർആൻ പറയുന്നു ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടെയാടാ പൊന്നുമോനെ പാലിന്റെ ആറൊഴുകുന്നത്, കള്ളിന്റെ നദി ഒഴുകുന്നത്, തേനിന്റെ പുഴയൊഴുകുന്നത്. അവിടെ ഇഷ്ടമുള്ളത് തിന്നാ, കുടിക്കാൻ, നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, വയല് പറയണ്ട, വയല് കേൾക്കണ്ട, സദക്ക കൊടുക്കണ്ട, ഒരു സൽക്കർമ്മവും ചെയ്യണ്ട, ഒരാളും നിന്നോട് ചോദിക്കാനില്ല. ഇഷ്ടമുള്ളത് തിന്നുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ പറയുമ്പോ അല്ലാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങളും കൊണ്ട് നിറച്ചിരിക്കുന്ന ഈ സ്വർഗ്ഗത്തിലേക്കാണ് മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങളും കൊണ്ട് നിറച്ചിരിക്കുന്ന ഈ സ്വർഗ്ഗത്തിലേക്കാണ് നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ട് കടത്തിവിടുന്നത്. ആ സ്വർഗ്ഗത്തിലൂടെ ആദം നബി ഇങ്ങനെ നടക്കുകയാണ്. ആ സ്വർഗ്ഗത്തിലൂടെ ഇഷ്ടമുള്ളത് തിന്നു കുടിച്ചു ആസ്വദിച്ചുകൊണ്ട് ആദം നബി സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ ഇങ്ങനെ നടക്കുകയാ. അതാ കുറെ നാള് കഴിഞ്ഞു, ആദം നബി സ്വർഗ്ഗത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരിക്കൽ നോക്കുമ്പോ അവിടത്തെ മുഖത്തൊരു സന്തോഷമില്ല. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ സർവ്വ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നടന്നിട്ട് പോലും ആദം നബി അലൈഹിസ്സലാമിന് ഒരു സന്തോഷമില്ല. അല്ലാഹു ചോദിക്കുന്നു, ആദമേ, എന്തേ നിനക്കൊരു സന്തോഷമില്ലാത്തത്? ഈ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോയിട്ട് പോലും, ഈ സ്വർഗ്ഗത്തിലെ സർവ്വ അനുഗ്രഹങ്ങൾ നിനക്ക് നൽകിയിട്ട് പോലും നിനക്കെന്തേ സന്തോഷമില്ലാത്തതെന്ന് അല്ലാഹു ചോദിക്കുമ്പോ ആദം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? പടച്ചവരെ, ഒറ്റയ്ക്ക് നടന്നു മടുത്തല്ലാ. എവിടെ വെച്ചാണ് പറഞ്ഞത്? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നടന്നു പോയ ആദം നബി അല്ലാഹുവോട് പറയുകയാ, ഇതെല്ലാം കിട്ടിയിട്ടും എന്തോ ഒന്ന് കുറവുള്ളതുപോലെ പടച്ചവനെ, ഒരു സുഖമില്ല തമ്പുരാരെ, ഒരു സന്തോഷമില്ല തമ്പുരാരെ, ഒറ്റയ്ക്ക് നടന്നു മടുത്തല്ലാ, എനിക്കൊരു കൂട്ടുവേണമല്ലാ. കുടുംബജീവിതത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാരാ, കുടുംബജീവിതത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാരാ ആദം നബി അല്ലാഹുവോട് പറയുന്നു, ഒറ്റയ്ക്ക് നടന്നിട്ട് മടുത്തു പടച്ചവര്, എനിക്കൊരു കൂട്ടു വേണമെന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് പടച്ചവൻ തന്റെ അതാ ആദം നബിയുടെ ഭാര്യയിൽ നിന്ന് ഹവ്വാ ബീബിയെ സൃഷ്ടിച്ചിട്ട് പടച്ച റബ്ബ് ആദം നബിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ അപ്പോഴാണ് ആദം നബിക്ക് ഒരു സമാധാനമുണ്ടായത്, അപ്പോഴാണ് ആദം നബിക്ക് സന്തോഷമുണ്ടായത്.